1,00,000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം ഒന്നും രണ്ടും വാഹനങ്ങളല്ല 7 കിടിലൻ ക്രിസ്റ്റകൾ. അതിൽ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മൾ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. ഫുൾ ബ്ലാക്ക് നോക്കുന്നവർക്ക് ഫുൾ ബ്ലാക്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സാധാരണക്കാരന് വേണ്ടി ഏകദേശം ഒരു 40 രൂപ നിങ്ങൾ മുടക്കുകയാണെങ്കിൽ ഡെയിലി യൂസിന് മൈലേജ് കിട്ടുന്ന ഒരു കിടിലൻ സ്വിഫ്റ്റ് സാധാരണക്കാരന്റെ ബഡ്ജറ്റിലെ ഒരു സെമി പ്രീമിയം വെഹിക്കിൾ ആയിട്ടാണ്. അത് നമുക്ക് ഫുൾ ഓണിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓൺ ആയിട്ടും ഓഫർ പ്രൈസിൽ ഒരു കിടിലൻ ഹൈബ്രിഡ് വെഹിക്കിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടൊയോട്ട കാംറി ബഡ്ജറ്റ് പ്രൈസിൽ ഫോർച്യൂണർ നോക്കുന്നവർക്ക് 3 കിടിലൻ ഐറ്റം. ഫസ്റ്റ് തന്നെ വെറും 12,50,000 രൂപക്ക് ഫുൾ ബ്ലാക്കിൽ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ 2 വീൽ ഓട്ടോമാറ്റിക് വെറും 7,40,000 രൂപക്ക് ആണ് ഒറിജിനൽ ടൈപ്പ് 4 വരുന്ന ഒരു കിടിലൻ ഇന്നോവയിലാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടിനടുത്തുള്ള ചീനിക്കലാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡെയിലി അപ്ഡേഷനും മോട്ടോർവേന്റെ പേജും നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. ഫോർച്യൂണർ നോക്കുന്നവർക്ക് നമ്മൾ 3 കിടിലൻ ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഓഫർ പ്രൈസിനാണ്. നല്ല ക്വാളിറ്റി നമുക്ക് അത്രയും അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന 2 കരിമ്പുലികളും അതിലൊന്ന് നമുക്ക് 4x4 ഓട്ടോമാറ്റിക് വരുന്ന ഒരു കിടിലൻ ഐറ്റം. അപ്പൊ ഈ ഒരു ഐറ്റം നമുക്ക് വരുന്നത് 2019, അതും 1,00,000 താഴെ മാത്രം കിലോമീറ്റർ ഓടിയുള്ള ഐറ്റം. ഈ ഒരു ഐറ്റം വരുന്നത് നമുക്ക് 16 മാനുഫാക്ചറിങ്ങും 17 രജിസ്ട്രേഷനും. ഈ ഒരു ഐറ്റം വരുന്നത് നമുക്ക് 17 രജിസ്ട്രേഷനുമാണ്. അപ്പോൾ ബ്ലാക്കിൽ നമുക്ക് 2 കിടിലൻ ഐറ്റം ഉണ്ട്. ഇത് 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന ഏറ്റവും സർവീസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വാഹനം. 1,98,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇനി അതല്ല 2 വീലല്ല 4x4 നോക്കി നടക്കുന്നവർക്ക് നമ്പറൊക്കെ ആയിട്ടുള്ള വാഹനം. അത് നമുക്ക് 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 16 മാനുഫാക്ചറിങ്ങും 17 രജിസ്ട്രേഷനിൽ 4x4. ഈ ഒരു വാഹനത്തിന് നമ്മളൊരു ബെസ്റ്റ് പ്രൈസ് ആണ്. ഇനി ഒന്നുകൂടെ മോഡൽ കൂടിയതും അതും ലോ കിലോമീറ്റർ നോക്കുന്നവർക്ക് വെറും 98,000 മാത്രം ഓടിയിട്ടുള്ള 19 മോഡൽ. അപ്പൊ ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 29,50,000 രൂപയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ 2 ഐറ്റങ്ങൾക്കും നമുക്ക് ഒരേ പ്രൈസ് തന്നെയാണ് ചോദിക്കുന്നത്. 25,25,000 രൂപയാണ്. 1,00,000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം ഒന്നും രണ്ടും വാഹനങ്ങളല്ല 7 കിടിലൻ ക്രിസ്റ്റകൾ. അതിൽ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മൾ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. ഫുൾ ബ്ലാക്ക് നോക്കുന്നവർക്ക് ഫുൾ ബ്ലാക്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് തന്നെ സെഡ് ഓട്ടോമാറ്റിക്കില് ഏറ്റവും ടോപ്പ് എൻഡില് ടൈപ്പ് 3 വരുന്ന ഒരു കിടിലൻ ഐറ്റം 16 മോഡലാണ്. അതും സെഡ് ഓട്ടോമാറ്റിക് 2 lakh കിലോമീറ്റർ ഓടിയുള്ള ഈ വാഹനം A to Z നമുക്ക് സർവീസ് കാര്യങ്ങളെല്ലാം പക്കയായിട്ടുള്ള വാഹനം. നമ്പറൊക്കെ ആയിട്ടുള്ള പ്രൈസ് ആണ് നമ്മൾ പറയുന്നത് 15,90,000 രൂപ. ഇനി നമുക്ക് സെഡില് മാനുവൽ നോക്കുന്നവർക്ക് 17 മോഡൽ ടൈപ്പ് 3 വരുന്ന 1,60,000 കിലോമീറ്റർ ഓടിയുള്ള ഒരു അടിപൊളി വാഹനം. ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് തന്നെ 15,75,000 രൂപ. പേൾ വൈറ്റ് വേണമെന്നുള്ളവർക്ക് വി ഓപ്ഷനിൽ ടൈപ്പ് 2 വരുന്ന ഒരു കിടിലൻ ഐറ്റം. അതും നമുക്ക് 1,31,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 18 മോഡല്. ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് തന്നെ 16,50,000 രൂപ. ഗ്രേപ്പ് റെഡിൽ നോക്കുന്നവർക്ക് ഇതാണ് 17 സെഡ് ഓട്ടോമാറ്റിക്. അതും സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന 1,52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. ഈ ഒരു വാഹനത്തിന് നമ്മളൊരു ബെസ്റ്റ് പ്രൈസ് ആണ് ചോദിക്കുന്നത് 17,50,000 രൂപ. ഇനി ക്രിസ്റ്റയിലെ ഏറ്റവും വളരെ റയർ ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ് ബ്ലാക്ക്. അപ്പൊ ബ്ലാക്കിലുള്ള ഒരു കിടിലൻ ഐറ്റം ഉണ്ട്. അത് ടൈപ്പ് 3 വരുന്ന 18-19 മോഡല് വി ഓപ്ഷൻ ആണ്, മാനുവൽ ആണ്. അതും 1.80 ഓടിയിട്ടുള്ള വാഹനം. ബെസ്റ്റ് പ്രൈസ് ആണ് വെറും 16,50,000 രൂപ. വീണ്ടും ലോ കിലോമീറ്ററിൽ ഇതാണ് ഒരു സെഡ് ഓട്ടോമാറ്റിക്. അതും പക്ക ടൈപ്പ് ഒന്നിലുള്ള പക്ക ജെന്യൂൻ ഐറ്റാണ്, ലോ കിലോമീറ്റർ ആയിട്ടാണ്. അതിലേറൊക്കെ ഹൈലൈറ്റ് ആണ് നല്ല മോഡൽ കൂടിയ 2019 മോഡല് സെഡ് ഓട്ടോമാറ്റിക്. അതൊരു ബെസ്റ്റ് പ്രൈസ് ആണ് 20,70,000 രൂപ. അഗൈൻ നമുക്ക് വീണ്ടും ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. അതും 2022 മോഡല് വെറും 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു G4+ ഓട്ടോമാറ്റിക്. അപ്പൊ അത് അത്യാവശ്യം നല്ല മോഡലും G4+ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പിന്റെ അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഡിപ്പെൻസ് നമുക്ക് ചെറിയ കിലോമീറ്റർ ഓടിയുള്ള 22 മോഡല് G4+ ഓട്ടോമാറ്റിക് വാഹനം. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 22,00,000 രൂപ. അപ്പൊ ഈ ഒരു വാഹനങ്ങളൊക്കെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് ഈ 7 വാഹനം ഏകദേശം 1 lakh സംതിങ്ങിൽ നമുക്ക് വാഹനം ഇറക്കാം. അതുകൊണ്ട് സാധാരണക്കാരന് വേണ്ടി ഏകദേശം ഒരു 40 രൂപ നിങ്ങൾ മുടക്കുകയാണെങ്കിൽ ഡെയിലി യൂസിന് മൈലേജ് കിട്ടുന്ന ഒരു കിടിലൻ സ്വിഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു എഡിഷനാണ്. 15 മോഡല് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു ഒറിജിനൽ കേരള വാഹനം. 2015 VD ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, അഡീഷണൽ ആയിട്ട് സ്കേർട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനം. ഏകദേശം ലോങ് ഡ്രൈവിൽ 22 വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. 1.40 ഓടിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 4,10,000 രൂപ. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഏകദേശം ഒരു 40 രൂപക്ക് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. അത് സാധാരണക്കാരന്റെ ബഡ്ജറ്റിലെ ഒരു സെമി പ്രീമിയം വെഹിക്കിൾ ആയിട്ടാണ്. അത് നമുക്ക് ഫുൾ ഓണിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക്. അതും പൊള്ളി കളറാണ്.
നല്ല ബ്ലഡ് റെഡിൽ വരുന്ന ഒരു സ്കോഡയുടെ റാപ്പിഡ്. അപ്പോൾ സ്കോഡയുടെ വാഹനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രീമിയം ലെവല് വാഹനമാണ്. അത് നമുക്കൊരു സാധാരണക്കാരന്റെ ബഡ്ജറ്റിലാണ്. 17 മോഡൽ വെറും 90,000 കിലോമീറ്റർ ഓടുള്ള ഒറിജിനൽ കേരള കാലിക്കറ്റ് രജിസ്ട്രേഷൻ വിത്ത് ഫാൻസി നമ്പറിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. ഡീസൽ ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ്. അപ്പോൾ ഈ വാഹനത്തിന്റെ പ്രൈസ് കേട്ടോളി, നെട്ടിക്കുന്ന പ്രൈസാണ്. ഒരു ആഷ് ബാഗിന്റെ പ്രൈസിനും ഉണ്ടാവും വെറും 6,25,000. അതും ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഫുൾ ലോണിലും ഉണ്ടാവും. ഫുൾ ലോൺ ആയിട്ടും ഓഫർ പ്രൈസിൽ ഒരു കിടിലൻ ഹൈബ്രിഡ് വെഹിക്കിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്, ടൊയോട്ട ക്യാംറി. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് നമുക്ക് പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനം. അത് നമുക്കൊരു ഓഫർ പ്രൈസ് പ്ലസ് ബഡ്ജറ്റ്. അത് നമുക്ക് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ലോങ് ഡ്രൈവിലൊക്കെ നല്ല മൈലേജ് കിട്ടുന്ന ഒരു കിടിലൻ ഐറ്റം ആണ്. സീറ്റ് വെന്റിലേഷനും റിയൽ നമുക്ക് സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അടക്കം നല്ല ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് വെഹിക്കിൾ. 15 മോഡല്, അതും ഏറ്റവും സർവീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള 177 ഓടിയിട്ടുള്ള ഒരു വാഹനം. പക്ഷെ നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ ഹൈബ്രിഡ് ബാറ്ററി നിലവിൽ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. സോ നമുക്ക് ഹൈബ്രിഡ് ബാറ്ററി പുതിയ ബാറ്ററി ആണ്. അതും നമുക്ക് ഏറ്റവും സർവീസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം നമുക്ക് ഒരു ഓഫർ പ്രൈസിന് 12 lakh നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ്. അതും ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു പ്രൈസ് നമുക്ക് ഫൈനൽ പ്രൈസ് അല്ല, അഡ്ജസ്റ്റബിൾ പ്രൈസ് ആണ്. അപ്പോൾ ഒരു പ്രീമിയം വെഹിക്കിൾ വിത്ത് ഹൈബ്രിഡിൽ നല്ലൊരു പ്രീമിയം സെഗ്മെന്റ്, ഒരു ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്, അതും ഡെയിലി യൂസിന്. ബഡ്ജറ്റ് പ്രൈസിൽ ഫോർച്യൂണർ നോക്കുന്നവർക്ക് 3 കിടിലൻ ഐറ്റം. ഫസ്റ്റ് തന്നെ വെറും 12,50,000 രൂപക്ക് ഫുൾ ബ്ലാക്കിൽ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുള്ള കിടിലൻ 2 വീൽ ഓട്ടോമാറ്റിക്. ജിആറിന്റെ കിറ്റ് വന്നിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ള ഫുൾ ബ്ലാക്കിൽ, അതും ഒരു SUV പ്രൈസിന്. ഇനി അതല്ല 15 2 വീൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഇതാണോ ഒരു കിടിലൻ ഐറ്റം. അതും വൈറ്റിൽ 2 വീൽ ഓട്ടോമാറ്റിക് ആണ്, 15 മോഡലാണ്. ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 15,50,000 രൂപ. ഇനി അതല്ല 14 വേണമെന്നുള്ളവർക്ക് ഇതാണ് 2 വീൽ ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു കിടിലൻ ഐറ്റം. ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 14,50,000 രൂപയാണ്. അപ്പോൾ ബെസ്റ്റ് പ്രൈസിന് ചെറിയൊരു SUV പ്രൈസിന് ഇതാണോ 3 കിടിലൻ ഫോർച്യൂണർ ഉണ്ടാവും. അപ്പൊ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഈ 3 വാഹനവും സ്വന്തമാക്കാം. വെറും 7,40,000 രൂപക്ക് ഇതാണ് ഒറിജിനൽ ടൈപ്പ് 4 വരുന്ന ഒരു കിടിലൻ ഇന്നോവ. 2014 അതും V ഓപ്ഷനിൽ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു വാഹനമാണ്. പക്ക ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് പ്രൈസിന് കൊണ്ടാൻ പറ്റുന്ന ഒരു കിടിലൻ വാഹനം. അഡീഷണൽ ആയിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കോസ്റ്റ്ലി ആയിട്ട് ലെതർ സീറ്റ് കവേഴ്സ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ആൻഡ്രോയിഡ് സിസ്റ്റം, അങ്ങനെ അത്യാവശ്യം എല്ലാ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഒരു ചെറിയൊരു പ്രൈസിന്. അപ്പോൾ 14 മോഡൽ V നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 7,40,000. ഏഷ്യൻ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം സ്വന്തമാക്കാം. മോട്ടോർ വേയിലാണ്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം.